നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ആൾട്ടർനേറ്റ് തിയറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. ഏൻഷ്യൻ്റ് ഇന്ത്യ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് എന്നുണ്ടെങ്കിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെക്കുറിച്ചുള്ള ഒന്ന് ഇൻവേഷൻ തിയറിയാണ്. ആര്യന്മാരെ ആക്രമിച്ച് ഇന്ത്യയെ കീഴടക്കി എന്നുള്ളതാണ് ഒരു തിയറി. അതിൻ്റെ മറ്റൊരു പിരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യന്മാർ ആക്രമിച്ച് വന്നതല്ല, അവർ സാധാരണ രീതിയിൽ വന്ന് കയറിയതാണെന്നുള്ളതാണ് മറ്റൊരു തിയറി. ഈ തിയറി കൂടാതെ ഞാൻ മറ്റൊരു തിയറി മുന്നോട്ട് വയ്ക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് കൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി. ഈ തിയറി അനുസരിച്ച് ആര്യന്മാർ ദേശാന്തരങ്ങളും കടന്ന് യാത്ര ചെയ്യുമ്പോൾ ഓരോ ലൊക്കേഷനിലും കൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നതും, അങ്ങനെ മംഗോളിയൻ ദേശത്ത് നിന്ന് സ്റ്റെപ്പേ വഴി പുൽമേട് വഴി, അതായത് യുറേഷ്യ മുഴുവൻ നീണ്ടുകിടക്കുന്ന പുൽമേടുകളിൽ യാത്ര ചെയ്ത് പല പല ലൊക്കേഷനിലും താവളമടിച്ച് ആ താവളമടിക്കുന്ന ദേശങ്ങളിലെ ജനങ്ങളുമായിട്ട് കൺഫ്ലിക്റ്റ് ഏർപ്പെട്ട് വീണ്ടും പിരിഞ്ഞു പോകുന്ന ഒരു ജനതയാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. ഈ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഈ കൺഫ്ലിക്റ്റിലൂടെ ആണെന്നുള്ളതാണ് ആ എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു കൺഫ്ലിക്റ്റ് തിയറിയാണ്. അത് കൺഫ്ലിക്റ്റിലൂടെ ഇന്ത്യയിലേക്ക് പോന്ന ആളുകൾക്ക് പിന്നീട് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുകയും അങ്ങനെ അവർ ഇന്ത്യയിൽ തങ്ങുകയും ഇന്ത്യയിലെ ജനങ്ങളായിട്ട് ലയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കൺഫ്ലിക്റ്റ് തിയറിയുടെ ഒരു മീനിങ്, ഒരു രീതി. മറ്റൊന്ന്, ഇതിനുശേഷം മോഡേൺ കാലഘട്ടത്ത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നവരല്ല, അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായവരും ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തവരും ഇന്ത്യയിൽ തന്നെ നിലനിന്ന് പോകുന്നവരും, ഇവിടെ ആര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പല രീതിയിലുള്ള എക്സ്പ്രഷനും അവരുടെ മൂവ്മെൻറ്റും അവർ വളർച്ചയെല്ലാം ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നതാണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു തിയറിയാണ് ആൾട്ടർനേറ്റീവ് തിയറി. ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം അവർ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന മൈഗ്രേഷൻ തിയറിയായിട്ട് ബന്ധപ്പെട്ട ഇൻവേഷൻ തിയറിയും അല്ലെങ്കിൽ ജസ്റ്റ് മൈഗ്രേഷൻ തിയറിയും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ട്രഡീഷനെയോ അതിൻ്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇവിടുത്തെ റിലീജിയനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡൈവേഴ്സിറ്റിയെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതല്ല എന്നുള്ളതാണ് ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത്. അവരുടെ അഭിപ്രായ പ്രകാരത്തിൽ ഈ പറയുന്ന ഇൻവേഷൻ തിയറിയും അല്ലെങ്കിൽ മൈഗ്രേഷൻ തിയറി, അതായത് ആര്യന്മാർ പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ള തിയറി ഇവർ പാടെ നിഷേധിക്കുന്നു. അതിന് പകരമായിട്ട് അവർ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ദേശീയമായിരിക്കുന്ന നമ്മുടെ നാഷണൽ ആയിരിക്കുന്ന ഇവിടുത്തെ റിലീജിയനും ഇവിടുത്തെ സംസ്കാരവും അല്ലെങ്കിൽ ഇവിടുത്തെ ഡൈവേഴ്സിറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ പല രീതിയിലുള്ള സബാൾച്ചനായിട്ടുള്ള കൾച്ചറും അങ്ങനെയുള്ള ഡൈവേഴ്സിറ്റിയും ഡിഫറൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ തിയറിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളെയും, ഈ ഡൈവേഴ്സിറ്റിയെയും അല്ലെങ്കിൽ മൾട്ടിറ്റ്യൂഡ്സിനെയും അല്ലെങ്കിൽ ഈ സബാൾച്ചനായിട്ടിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളെയും ചേർത്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് തിയറി എന്ന് പറയുന്ന ആൾട്ടർനേറ്റീവ് തിയറി മുന്നോട്ട് വെക്കുകയും അവർ പറയുന്നു, ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഇന്ത്യയുടെ തദ്ദേശീയമായ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് നോക്കുന്നത്. തദ്ദേശീയമായിട്ടുള്ള നേച്ചറാണത്. ഈ പറയുന്ന ചതുർവർണ്ണത്തിൻ്റെ എന്ന് പറയുന്ന വ്യവസ്ഥകളും ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള വ്യവസ്ഥകളും ഈ പറയുന്ന ജാതി വ്യവസ്ഥകളും ഈ ഡൈവേഴ്സിറ്റിയും ഈ പറയുന്ന ഡിഫറൻസുകളെല്ലാം ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് സ്വയമായിട്ട് ഒറിജിൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും പ്രോഗ്രസ് ചെയ്യുകയും ചെയ്തു വന്ന ഇന്ത്യയുടെ സംസ്കാരമാണെന്നുള്ളതാണ് ഈ ആൾട്ടർനേറ്റീവ് സൈദ്ധാന്തികന്മാർ പറയുന്നത്. ഞാൻ ഈ ആൾട്ടർനേറ്റീവ് തിയറിയായിട്ട് ബന്ധപ്പെട്ട മെത്തേഡിനെ അതിനെ ഏകദേശം വിശകലനം ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ, അത് മറ്റു തിയറികളായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ, മറ്റു തിയറികൾ എന്ന് പറഞ്ഞാൽ ആര്യന്മാർ ഇന്ത്യയിൽ വന്നതാണ് എന്നുള്ള രണ്ട് രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ, അതിൽ ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് തിയറി, ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ ആൾട്ടർനേറ്റീവ് തിയറി ഒരു ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതേതെങ്കിലും ഫാക്റ്റുകളുടെ നിരീക്ഷണത്തിന് അടിസ്ഥാനമാക്കിയുള്ളതോ അല്ലെങ്കിൽ അത് എംപിരിക്കൽ മെത്തേഡിനെ ആശ്രയിച്ചുള്ളതോ, അങ്ങനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മെത്തേഡിനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് അല്ല ഈ മെത്തേഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആൾട്ടർനേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ
അതിന് ചില മോട്ടിവേഷൻ ഉണ്ട്, അതിന് ചില പർപ്പസ് ഉണ്ട്, അതിന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളും പർപ്പസുകളും അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിവേഷനും ശരിക്ക് ചരിത്രപരമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് തികച്ചും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സങ്കല്പമാണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ് ഈ ആൾട്ടർനേറ്റീവ് തിയറി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞു നിർത്തിയിരിക്കുന്ന ആൾട്ടർനേറ്റീവ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ, അത് ആൾട്ടർനേറ്റീവ് തിയറിയുടെ അതിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ ഐഡിയയും അതിൻ്റെ പർപ്പസും എല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന അരിയന്മാർ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന എന്ന് പറയുന്ന 2-3 തിയറികളായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പർപ്പസും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള കമ്പാരിസത്തിനും ഒരു ക്രിട്ടിക്കൽ അനാലിസിസിനും വിധേയമാക്കി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ഒരു കമ്പാരിസണിലൂടെ, ഒരു ക്രിട്ടിക്കൽ അനാലിസിസിലൂടെ ഏത് തിയറിയാണ് ശരിയായ തിയറി, ഏത് തിയറിയെ ആശ്രയിച്ചാണ് നമുക്ക് ചരിത്രത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും എക്സ്പ്ലനേഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക്, ശരിയായ തിയറി ഏതാന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാവുന്നതാണ്. നമുക്ക് ഏൻഷ്യൻ ഇന്ത്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആര്യൻ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറി, ചരിത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില ഇന്ത്യൻ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ലോക ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാന വ്യക്തികളുടെ പേര് നമുക്കറിയാം. ഒന്ന് മാക്സ് മുള്ളർ, ജർമ്മൻ തത്വചിന്തകനും ഹിസ്റ്റോറിയനുമായിരിക്കുന്ന മാക്സ് മുള്ളർ. മറ്റൊന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിരിക്കുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം, അതുപോലെ എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് മാർഷൽ, അതുപോലെ അന്നത്തെ തന്നെ കാലത്ത് ആർക്കിയോളജിസറി ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബാനർജി. ഇങ്ങനെ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പല പ്രമുഖ വ്യക്തികളും അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നു. ഇതിൽ പല ആളുകളും, ഉദാഹരണം മാർഷലിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ മാക്സ് മുള്ളറിനെ പോലെ ആളുകൾ ഇന്ത്യൻ ചരിത്രവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ള അവർ മറ്റു ചില സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ചരിത്ര നിർമ്മിതി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഉദാഹരണം മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആൽഫ്രഡ് മാർഷലും അതുപോലെ മാക്സ് മുള്ളറും അവരുടേതായുള്ള ശക്തമായ അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഈ ചിന്തകന്മാരുടെ അല്ലെങ്കിൽ ഈ ചരിത്രകാരന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇവർ പ്രധാനമായിട്ടും യൂറോപ്യൻ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ക്രിസ്ത്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ബ്രിട്ടീഷുകാരെ തന്നെ എടുക്കാം. ബ്രിട്ടീഷുകാർ ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ വ്യാപാരത്തിന് വന്ന് ഇവിടെ കോളനി സ്ഥാപിച്ച് ഇവിടെ നമ്മുടെ രാജ്യം കീഴടക്കി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് രൂപീകരിച്ച് അങ്ങനെ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ട് മാറ്റിയ ഒരു കഥ നമുക്കറിയാം. അത് ചരിത്രത്തിനകത്ത് വളരെ സുവ്യക്തമായിട്ട് സൂര്യബിംബം പോലെ ഇങ്ങനെ തിളനിൽക്കുകയാണ് ഇന്ത്യൻ ചരിത്രത്തിനകത്ത്. പക്ഷേ നമ്മൾ ബ്രിട്ടീഷുകാരെ കോളനിയുടെ നിർമ്മാണം എന്ന് മാത്രമല്ല നമുക്ക് കാണുന്നത്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ മാത്രമല്ല കോളനി നിർമ്മിച്ചിട്ടുള്ളത്, ലോകത്ത് എല്ലായിടത്തും ബ്രിട്ടീഷ് കോളനി ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് അവർ അവരുടെ യൂറോപ്പായിട്ട് ബന്ധപ്പെട്ട അവരുടെ തദ്ദേശീയമായ ചരിത്രം നമ്മൾ നോക്കിയാൽ ലോകത്തെല്ലായിടത്തും കോളനി വ്യാപിച്ചിരുന്നത് പോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും അവരുടെ കൈകളിലൂടെ ലോകത്ത് മുഴുവൻ എത്തപ്പെടാൻ കാരണമായിട്ടുണ്ട്. ലോകത്തെല്ലാം ജനങ്ങളും എല്ലാ കോളനിയും സ്വാതന്ത്ര്യമാവുകയും അതിനുശേഷം എല്ലാ ജനങ്ങളും ഇന്ന് എൻജോയ് ചെയ്തിരിക്കുന്ന, നൂറ്റാണ്ടുകളായിട്ട് എൻജോയ് ചെയ്തു വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി, അതൊരു സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസാണ്. അതുപോലെ മെഡിക്കൽ സയൻസ് ഒരു സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസാണ്. അതുപോലെ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതൊരു സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസാണ്. അതിൽ പല പല ഫിലോസഫികൾ, പല പല ഐഡിയോളജികൾ, സോഷ്യലിസം പോലെയുള്ള ഐഡിയോളജികൾ, മാർക്സിസം പോലെയുള്ള ഐഡിയോളജികൾ, അതുപോലെ ഡെമോക്രസി പോലെയുള്ള പാർലമെന്ററി ഡെമോക്രസി, അതിൻ്റെ ജുഡീഷ്യറി, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം, അതിൽ മനുഷ്യന് വേണ്ട രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടി മാർഗദർശനം നൽകുന്ന ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപരിച്ച് എല്ലായിടത്തും പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യന് ഉപയോഗപ്രദമായിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട എല്ലാം സയൻറ്റിഫിക് നോളജും പൊളിറ്റിക്കൽ നോളജും ഫിലോസഫി എല്ലാം പ്രധാനമായിട്ടും ലോകം മുഴുവൻ വ്യാപിച്ചത് ഈ ബ്രിട്ടീഷുകാർ മുഖേനയാണ്. അത് ഒരു കാരണവശാലും ഒരു ഇന്ത്യക്കാരുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ഏഷ്യാറ്റിക് രാജ്യം ക്രിയേറ്റ് ചെയ്തതോ അല്ല. ലോകം മുഴുവൻ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിസ്റ്റവും ഈ പൊളിറ്റിക്കൽ നോളജും ഈ ഡെമോക്രസിയും ഈ ജുഡീഷ്യറിയും
ഈ പറയുന്ന നമ്മൾ പറയല്ലോ മാർക്സിസവും സോഷ്യലിസവും ഹ്യൂമൻ റൈറ്റ്സും എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്തതും മാത്രമല്ല, ലോകത്തിലേക്ക് സമാധാനം സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുകയും അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അതിനെ ഇല്ലാതാക്കുകയും പിന്നീട് ലോകത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യൂണിഫിക്കേഷനിലൂടെ UN പോലുള്ള സ്ഥാപനങ്ങൾ, ലീഗ് ഓഫ് നേഷൻ, പിന്നീട് UN പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അങ്ങനെ ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറ്റുന്നതിലേക്ക് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരിക്കുന്ന യൂറോപ്പ്, പ്രത്യേകിച്ച് ബ്രിട്ടനും അമേരിക്കയും എല്ലാം എന്താണ് ലോകത്തിന് മാതൃകയായിരിക്കുന്ന രാജ്യം. ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോളജിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ സയൻറ്റിഫിക് മെത്തഡോളജിയും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ പ്രൊഡക്ഷനും ക്രിയേറ്റിവിറ്റി ആയിട്ട് എല്ലാം ബന്ധപ്പെട്ട് യൂറോപ്യൻ സമൂഹം വളരെ മുന്നിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, നമ്മളീ പറയുന്ന നോളജിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ്, അതിൻ്റെ കറക്ഷൻ, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി, അതിൻ്റെ മെത്തഡോളജി, അതിൻ്റെ യൂസ് ആൻഡ് യൂസ്ലെസ്നെസ് ഇതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ തിട്ടപ്പെടുത്തി ഒരു നോളജ് സിസ്റ്റമായിട്ട് എല്ലാ ഫീൽഡിലും ആയിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടും മെഡിക്കൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടും ഈവൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടും ആർക്കിയോളജി ആയിട്ട് ബന്ധപ്പെട്ടും ലോ ആയിട്ട് പൊളിറ്റിക്സ് എന്ത് വേണ്ട, നോളജിൻ്റെ എല്ലാ ഫീൽഡും വളരെ മനോഹരമായിട്ട് നമ്മളിന്ന് ലോകം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് നോളജ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ, പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും അമേരിക്കയുടെയും കോൺട്രിബ്യൂഷൻ. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ്, യൂറോപ്പിൽ 16, 17, 18 നൂറ്റാണ്ടുകളിലൂടെ യൂറോപ്പ് കടന്നു വന്നിട്ടുള്ള ചില സ്റ്റേജുകൾ ലോകത്തെമ്പോഴും വളരെ ആകർഷിക്കപ്പെടുന്ന സ്റ്റേജുകളാണ്. അത് 16, 17 നൂറ്റാണ്ടിൽ റിനൈസൻസ് പീരീഡിൽ യൂറോപ്പ് കടന്നു വരിക, 18, 18 നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെൻറ്റിലൂടെ യൂറോപ്പ് കടന്നു വരിക, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയുടെ ഫലമായിട്ടും ഫിലോസഫിയുടെ വളർച്ചയുടെ ഫലമായിട്ടും പൊളിറ്റിക്സിൻ്റെ വളർച്ചയുടെ ഫലമായിട്ടും അത് യൂറോപ്പിലാകമാനം എല്ലായിടത്തും എൻലൈറ്റ്മെൻറ്റ് പടർന്നു പിടിക്കുക. ആ എലമെൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ എല്ലായിടത്തും വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുക. ഉദാഹരണത്തിന് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അതിൽ ബ്രിട്ടനിൽ പല രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റുകളും റെവല്യൂഷനും, അതിൽ അമേരിക്കൻ സിവിൽ വാർ, അതിൽ 20th സെഞ്ച്വറി സോവിയറ്റ് യൂണിയനിലെയും ചൈനയിലെയും വാറുകൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ, ഇതെല്ലാം യൂറോപ്പിലെ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ത്രസ്റ്റ് കാരണമെന്നാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ഹിസ്റ്റോറിയൻ ആണെങ്കിലും പൊളിറ്റീഷ്യൻ ആണെങ്കിലും സയൻറ്റിസ്റ്റുകളാണെങ്കിലും, അവർ ആ നോളജിൻ്റെ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ആ നോളജ് കൾച്ചറിൻ്റെ ട്രഡീഷൻ്റെ ആ ആംബിറ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടായിരിക്കും അവരുടെ ഇടപെടലും അവരുടെ സംസാരവും അവരുടെ കോൺട്രിബ്യൂഷനും എന്നെല്ലാം നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നവർ ആളുകൾ, ചരിത്രമാണെങ്കിലും സയൻസ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നോളജിൻ്റെ രീതി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ മെത്തഡോളജി എങ്ങനെയായിരിക്കണം, അതിൻ്റെ ടെക്നിക്സ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ നോളജിൻ്റെ കൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ അതിൻ്റെ കറക്ഷനും വെർച്യൂസും എങ്ങനെയായിരിക്കണം എന്നുള്ള ധാരണ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് കോൺഷ്യസോട് കൂടിയുള്ള ആളുകളായിരിക്കും മിക്കവാറും യൂറോപ്പിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാവുന്നതാണ്. അതിൽ നോളജിൻ്റെ മെറ്റീരിയാലിറ്റിയും അതിൻ്റെ സയൻറ്റിഫിക് നേച്ചറും ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വെർച്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന, അതായത് ഈ യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് പ്രധാനമായിട്ടും ഈ നോളജിൻ്റെ വെർച്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതായത് നോളജിൻ്റെ ബേസിക് ആയിട്ട് മെത്തഡോളജി, അതിൻ്റെ ടെക്നിക്സ്, അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ മെറ്റീരിയാലിറ്റി ആൻഡ് പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് നേച്ചർ, ഇങ്ങനെയുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് അവർ ഇന്ത്യൻ ഹിസ്റ്ററി എൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത് മാക്സ് മുള്ളർ ആകട്ടെ, കണിംഗ്ഹാം ആകട്ടെ, ആൽഫ്രഡ് മാർഷൽ ആകട്ടെ, ഇനി ബാനർജി ആകട്ടെ, ഇവരെല്ലാവരും ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അതിൻ്റെ ഹിസ്റ്ററിയെയും അതിൻ്റെ മെത്തഡോളജിയെയും അതിൻ്റെ ടെക്നിക്സിനെയും അതിൻ്റെ സിവിലൈസേഷനെയും എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ട്, മെത്തഡോളജിക്കായിട്ട്, മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ട്, ഫാക്ട് ബേസ്ഡ് ആയിട്ട്, എംപിറിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ചരിത്രവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ചരിത്രകാരനുടെ അഭിപ്രായത്തിലും അവരുടെ ഇൻ്റർപ്രട്ടേഷനിലും എക്സ്പ്ലനേഷനിലും ഏഷ്യൻ്റ് ഇന്ത്യയിൽ
ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന സിവിലൈസേഷൻ വളരെ മനോഹരമായി പടർന്ന് പന്തലിച്ച് ഒരു നഗര പ്രാന്തമായി തീർന്നിരുന്ന, അല്ലെങ്കിൽ പൂർണ്ണ വളർച്ചയെത്തിയ നഗരങ്ങളോടുകൂടിയ ഒരു സിവിലൈസേഷൻ ആയിട്ട് നിലനിന്നു എന്നുള്ളതാണ് ഈ ചരിത്രകാരന്മാരുടെ അഭിപ്രായം. ഈ സിവിലൈസേഷൻ ഏകദേശം ഒരു BC 12-13 സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ക്രമേണ വളർന്ന് പന്തലിച്ച് വരികയും അത് ഏകദേശം BC 4000-3000 വർഷമായപ്പോഴേക്കും അതിനെ പൂർണ്ണമായ ഒരു വളർച്ചയിലെത്തുകയും അങ്ങനെ പൂർണ്ണമായ വളർച്ചയോടുകൂടിയ 22ഓളം നഗരങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഹൃദയഭാഗത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് വളർച്ച പ്രാപിച്ച നഗരങ്ങളോടുകൂടിയ ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി. അങ്ങനെ BC 3000-4000 വർഷമായിട്ട് വികസിച്ച് പന്തലിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ഈ നഗരങ്ങൾ, ഈ ജനപദങ്ങൾ ബുദ്ധന്റെ കാലത്തോളം അത് വളർന്ന് പന്തലിച്ച് നിലനിന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ BC 3000-4000 വർഷങ്ങളായിട്ട് അതിനെ തുടർന്ന് ബുദ്ധന്റെ കാലം വരെ അത് വളർന്ന് പന്തലിച്ച് നഗരങ്ങളായിട്ട് ഏകദേശം 22ഓളം നഗരങ്ങളായിട്ടും നഗരഭ്രാന്തങ്ങളായിട്ടും ജനപദങ്ങളായിട്ടും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ചരിത്രത്തിൻ്റെ ഈ കോണ്ടക്സ്റ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ യൂറോപ്യൻ ചരിത്രകാരന്മാരായിരിക്കുന്ന ആൽഫ്രഡ് മാർഷലിൻ്റെയും അലക്സാണ്ടർ കനിങ്ഹാമിൻ്റെയും അല്ലെങ്കിൽ മാക്സിം മുള്ളറുടെയും കാഴ്ചപ്പാടിൽ സംഭവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചരിത്രപരമായ ഇൻ്റർപ്രിട്ടേഷൻ്റെ എക്സ്പ്ലനേഷൻ്റെ വെളിച്ചത്തിൽ സംഭവിച്ചിരിക്കുന്ന ആര്യന്മാർ എന്ന് പറയുന്ന സമൂഹം ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഈ ആര്യന്മാർ എന്ന് പറയുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഏകദേശം 1500 BC കൂടിയാണ്. 1500 BC ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ വളരെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ജനപദങ്ങൾ, സുലഭമായി പടർന്ന് പന്തലിച്ചിരിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ ജനപദങ്ങളാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണുന്നത്. നമ്മൾ മേൽപ്പറഞ്ഞ നമ്മുടെ യൂറോപ്യൻ ചരിത്രകാരന്മാരുടെ അഭിപ്രായ പ്രകാരം ഏകദേശം BC 1500 ആര്യന്മാർ പല ഗ്രൂപ്പുകളായിട്ട്, പ്രീസ്റ്റുകളായിട്ട്, വിഭാര്യന്മാരായിട്ട്, കുടുംബങ്ങളൊന്നുമില്ലാതെ ഗ്രൂപ്പുകളായിട്ട് ഇന്ത്യയുടെ, അതായത് ഇൻഡസ് വാലിയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് വന്ന് തമ്പടിക്കുകയും അങ്ങനെ അവർ ക്രമേണ ഇന്ത്യൻ ജനതയായിട്ട് ക്രമേണ ഇടപെടുകയും അങ്ങനെ പല സ്റ്റേജുകളിലൂടെ അവിടെ ഏകദേശം 1000 വർഷങ്ങളോളം കടന്ന് ഇന്ത്യയിൽ ജനങ്ങളായിട്ട് ഇടപെട്ട് പോരുകയും ചെയ്തു. പക്ഷെ ഈ 1000 വർഷങ്ങളോളം അവർ ഇടപെട്ട് വന്ന് പല സ്റ്റേജുകളായിട്ടാണ്. ആ സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പോലെ തന്നെ അവർ ആര്യന്മാരായിട്ടും പിന്നീട് ദേവന്മാരായിട്ടും പിന്നെ ബ്രാഹ്മണരായിട്ടും ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു വളർച്ചയായിട്ട് നമുക്ക് അവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ ജനങ്ങളായിട്ട് ഇടപെടുകയും അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവുകയും അങ്ങനെ പ്രതിരോധങ്ങളുണ്ടായും അങ്ങനെ ഫൈറ്റിങ്ങുകളുണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാം. അങ്ങനെ ഏകദേശം 700-800-1000 വർഷക്കാലമായിട്ട് BC 1500 മുതൽ ഈ 3 സ്റ്റേജിൽ കടന്നു വന്ന ആര്യന്മാർ, അതായത് ആര്യന്മാർ പിന്നീട് അവർ ദേവന്മാരായി പിന്നീട് ബ്രാഹ്മണരായി വന്ന ഈ കാലം അത്രയും ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലിയിലെ ജനങ്ങളായിട്ട് ഇഴകിച്ചേരാതെ അവരെ ആയിട്ട് ക്വാറലേർപ്പെട്ട് അവർ ഫൈറ്റിങ്ങിലേർപ്പെട്ട് 2 ജനതയായിട്ടാണ് ഇൻഡസ് വാലിയിൽ പിന്നീട് നമ്മൾ ചരിത്രം കാണുന്നത്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ പിന്നോട്ടുള്ള പോരിൽ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ അങ്ങനെ ഈ ഇങ്ങനെ ഫൈറ്റിങ്ങിലുണ്ടായ 2 ജനത, അതിലൊരു ജനത അതായത് ഇൻഡസ് വാലിയിലെയും ഇന്ത്യയിലെയും ഒറിജിനൽ ജനതയായിരിക്കുന്ന അവരെ പിൻഗാമികളായിരിക്കുന്ന ചാറോന്മാരും ജൈനന്മാരും ബൗദ്ധന്മാരുടെ ട്രഡീഷനായിട്ട് വളർന്നു വരികയും അവരാണ് ഇന്ത്യയിലെ ഒറിജിനൽ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ ബൗദ്ധ മൗര്യൻ പീരീഡിലേക്ക് കടന്നു വരികയും അശോകൻ അതിൻ്റെ സംരക്ഷകനായി മാറുകയും ചെയ്യുന്നത്. മറ്റെന്നുണ്ടെങ്കിൽ ആര്യ ദേവ ബ്രാഹ്മണ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാഹ്മണ ട്രഡീഷൻ ഡെവലപ്പ് ചെയ്യുകയും അത് ഇൻഡസ് വാലി സിവിലൈസേഷനെതിരെ പ്രവർത്തിക്കുകയും അത് പിന്നീട് മറ്റൊരു സമൂഹത്തിന് പുറത്തുള്ള സമൂഹമായിട്ട് ശരിയായിട്ട് ബന്ധപ്പെടാത്ത ഒരു സമൂഹമായിട്ട് വളർന്ന് പന്തലിക്കുകയും അങ്ങനെ അത് ബ്രാഹ്മണ മതമായിട്ട് ഇന്ത്യയിൽ വളർന്നു വരികയും ചെയ്തതായിട്ടാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ ഇൻഡസ് വാലിയിലെ ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ഹാർമണിയിൽ നിർത്തിക്കൊണ്ട് വളർന്നു വന്ന ട്രഡീഷനാണ് ചാർവാക ട്രഡീഷനും ജൈന ട്രഡീഷനും ബൗദ്ധ ട്രഡീഷനും. ഈ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരിൽ യൂണിറ്റിയെ വളർത്തിക്കൊണ്ട് ഹാർമണിയെ വളർത്തിക്കൊണ്ട് അതിൽ ജനങ്ങളിൽ മുഴുവൻ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഐഡിയയെ വളർത്തിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ഉണർന്ന് ചിന്തിക്കുകയും ചെയ്യണമെന്നുള്ള ആഹ്വാനത്തോടെ ബുദ്ധിസ്റ്റ് മൗര്യൻ പീരീഡ് ഡെവലപ്പ് ചെയ്തു വരികയും അതിൻ്റെ സംരക്ഷകനായി അശോകൻ വരികയും അങ്ങനെ ഇന്ത്യയുടെ തനതായ ഒറിജിനലായിട്ടുള്ള പാരമ്പര്യം
ബൗദ്ധ മൗര്യൻ പീരീഡിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒറിജിനൽ റിലീജിയൻ അല്ലെങ്കിൽ മതം അഥവാ സംസ്കാരം അഥവാ രാഷ്ട്രീയം അഥവാ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ബൗദ്ധ മൗര്യൻ പീരീഡിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഒറിജിനൽ ട്രഡീഷൻ ആയിരിക്കുന്ന ഒറിജിനൽ ജനതയുടെ ട്രഡീഷൻ ആയിരിക്കുന്ന ഈ ബൗദ്ധ മൗര്യൻ സംസ്കാരത്തിനെതിരെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതിൽ വൈദേശികമായി ബന്ധപ്പെട്ട ആര്യ ദേവ ബ്രാഹ്മണ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ജനത ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്നിരുന്ന സംസ്കാരമാണ് ചാതുർവർണ്ണയവും അല്ലെങ്കിൽ ബ്രാഹ്മണിസവും മറ്റൊരു ഈ പറഞ്ഞ വൈദിക സംസ്കാരം എന്ന് പറയുന്ന അസംസ്കൃത പദാർത്ഥം. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ ഒറിജിനലായിട്ട് ഇന്ത്യൻ ജനത അവരുടെ സംസ്കാരത്തെയും അതായത് ബൗദ്ധ മൗര്യൻ പീരീഡിലുണ്ടായിരുന്ന ബൗദ്ധ സംസ്കാരത്തെയും ഹാർമണിയെയും എൻലൈറ്റ്മെന്റിനെയും യൂണിറ്റിയെയും അതിൻ്റെ യൂണിവേഴ്സാലിറ്റിയും അതിൻ്റെ സംസ്കാരത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ വളർന്നു വന്ന ഈ പറയുന്ന ചതുർവർണ്ണത്തിൻ്റെയും അതാണെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെയും യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും കൃത്രിമമായ സംസ്കാരത്തെയും നിരോധിക്കുക എന്നുള്ളതായിരുന്നു അശോകന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അശോകൻ ഈ പറയുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള കാര്യങ്ങളെയും ചാതുർവർണ്ണത്തെയും യജ്ഞങ്ങളെയും യാഗങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള കള്ളത്തരങ്ങളെയും പുള്ളത്തരങ്ങളെയും നിരോധിക്കുകയും എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കണമെന്നും എല്ലാവരും ഹാർമണിയിൽ ജീവിക്കണമെന്നും എല്ലാവരും സദാരതിയിൽ ജോലിയെടുത്ത് ജീവിക്കണമെന്നും എല്ലാവർക്കും ഒരേ അവകാശമാണെന്ന് പറയുകയും ചെയ്ത അശോകനാണ് ഈ മൗര്യൻ. അശോകനാണ് ഒറിജിനൽ ഇന്ത്യൻ ജനതയുടെ രക്ഷകനും അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തെ എക്കാലവും സംരക്ഷിച്ചു നിർത്തിയ ഒരു 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 ചക്രവർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ യൂണിറ്റിയും ഹാർമണിയും സഹോദരിയും ഫ്രണ്ട്ഷിപ്പും ഇക്വാലിറ്റിയും അങ്ങനെ ഇന്ത്യൻ ജനതയിലെ എൻലൈറ്റ്മെന്റും പടർന്നു പിടിച്ച് ഇന്ത്യ ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് ഒരു എംപയറുടെയുമായിട്ട് വളരണമെന്ന് ആഗ്രഹിച്ച ബൗദ്ധ മൗര്യൻ പീരീഡിനെ അതിനുശേഷമാണ് അതിനെ മറികടന്ന് ചാതുർവർണ്ണ്യം പ്രാക്ടീസ് ചെയ്യുകയും ബ്രാഹ്മണിസം പ്രാക്ടീസ് ചെയ്യും, ജാതിവ്യവസ്ഥ പ്രാക്ടീസ് ചെയ്യും, യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആര്യ ദേവ ബ്രാഹ്മണ മതം പിന്നീട് പടർന്ന് പന്തുലിക്കുകയും അങ്ങനെ ബൗദ്ധ മൗര്യൻ പീരീഡിന് ശേഷം ഇന്ത്യയിലുടനീളം ഏകദേശം 1500ഓളം 2000 വർഷക്കാലത്തോളം പുഷ്യമിത്രന്റെയും ശാകന്റെയും ഗുപ്തന്മാരുടെയും കാലത്ത് ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച് ഇന്ത്യ മുഴുവനും ബ്രാഹ്മണ മതവും ചാതുർവർണ്ണയവും അല്ലെങ്കിൽ യജ്ഞങ്ങളും യാഗങ്ങളും പടർന്നു പന്തലിച്ച് ജനങ്ങളെ കംപ്ലീറ്റ് അന്ധകാരത്തിലാക്കുകയും ചൂഷണത്തിലാക്കുകയും അങ്ങനെ ഇന്ത്യ കംപ്ലീറ്റ് അനാർക്കി മോറസും പ്രാക്ടീസ് ചെയ്ത് ഇന്ത്യയെ 2000 കാലത്തോളം നാശത്തിലേക്കും അന്ധകാരത്തിലേക്കും കുപ്പുകുത്തിയ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ മോഡേൺ കാലത്ത് ഈ മോഡേൺ സിവിലൈസേഷൻ്റെ കാലത്ത് പ്രത്യേകിച്ച് 21 നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവനും എല്ലാ രാഷ്ട്രങ്ങളും അക്സെപ്റ്റ് ചെയ്തതുപോലെ ഇന്ത്യ അതിൻ്റെ തനതായ പാരമ്പര്യമായിരിക്കുന്ന ബൗദ്ധ സംസ്കാരത്തെയും മൗര്യ സംസ്കാരത്തെയും അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒഫീഷ്യൽ ഫിലോസഫി ആയിട്ട് ബുദ്ധൻ്റെയും അശോകൻ്റെയും ഫിലോസഫിയും പൊളിറ്റിക്സും ഐഡിയോളജിയും അക്സെപ്റ്റ് ചെയ്യുകയും അത് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രൊസീജിയറിലൂടെ ചർച്ച ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ സിംബലായിട്ടും ഇന്ത്യയുടെ പ്രതിബിംബമായിട്ടും ഇന്ത്യയുടെ സംസ്കാരമായിട്ടും ഇന്ത്യയുടെ ട്രഡീഷണൽ ഒഫീഷ്യൽ പൊസിഷനായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ട്രഡീഷൻ്റെയും അല്ലെങ്കിൽ അതായത് ബൗദ്ധ സംസ്കാരത്തെയും അശോകൻ്റെ ഫിലോസഫിയും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടും അതിൻ്റെ സപ്പോർട്ടിൽ നിന്നുകൊണ്ടും അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ബൗദ്ധ മൗര്യൻ പീരീഡിൽ പ്രാക്ടീസ് ചെയ്യുകയും അതിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള കൺഫർമേഷൻ എന്നുള്ള രീതിയിലും അക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്, അതിൻ്റെ റിപ്പബ്ലിക്കൻ നേച്ചർ ആൻഡ് ഡെമോക്രസി ആൻഡ് സോഷ്യലിസം എല്ലാം ഇത് ഒരു രീതിയിൽ മറ്റു രീതിയിൽ ഈ ബൗദ്ധ മൗര്യൻ പീരീഡിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന പൊളിറ്റിക്സും ഐഡിയോളജിയും സംസ്കാരവുമാണ്. നമ്മൾ ഈ 20th സെഞ്ച്വറിയിൽ നമ്മുടെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ചരിത്രത്തിൻ്റെ അവബോധത്തിൻ്റെ റൂട്ട് ബേസ് കിടക്കുന്നത് നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അതായത് യൂറോപ്യനും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരായിരിക്കുന്ന ആൽഫ്രഡ് മാർഷലും അല്ലെങ്കിൽ കണ്ണിങ് ഹാമും അതുപോലെ തന്നെ മാക്സിമൊക്കെ തന്നിരിക്കുന്ന ചരിത്രത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്നും എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവബോധത്തിൽ നിന്ന് പിന്തുടർന്നു വന്നിരിക്കുന്ന ഒരുതരം ധാരണയാണ് നമ്മുടെ മോഡേൺ കാലം വരെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന അവബോധം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബൗദ്ധ മൗര്യൻ പീരീഡിൻ്റെ സംസ്കാരവും പൊളിറ്റിക്സും കൾച്ചറും ഐഡിയോളജിയും എല്ലാം നമ്മൾ മോഡേൺ കാലഘട്ടത്തിൽ കാണുന്ന മോഡേൺ സിവിലൈസേഷൻ്റെയും അല്ലെങ്കിൽ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുന്ന പൊളിറ്റിക്സും ഐഡിയോളജിയും സംസ്കാരത്തിൻ്റെയും
ആശയങ്ങളോടും കൺസെപ്റ്റുകളോടും പരസ്പരം സാദൃശ്യമുള്ളതാണ്. മറ്റൊരു പറഞ്ഞാൽ രണ്ടും ഒരുപോലെയുള്ളതാണ്. രണ്ടും രണ്ട് കാലഘട്ടത്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മാത്രം. ഈ പറയുന്ന നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ഈ ചാതുർവർണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിൻ്റെയും യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും ഫലമായുണ്ടായ അന്ധകാരത്തിൻ്റെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ബൗദ്ധമൗര്യൻ പീരീഡിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു ട്രഡീഷൻ, അതായത് ഒരു ബ്രിട്ടീഷ് ട്രഡീഷൻ പോലെ അത് മായാതെ മങ്ങാതെ മറയാതെ തടസ്സങ്ങളൊന്നും കൂടാതെ ഈ 2000 വർഷക്കാലം ഇന്ത്യയിലൂടെ വളർന്ന് പന്തലിച്ച് പോരുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ സിവിലൈസേഷൻ്റെ അതേ ആകൃതി, അതേ സിമിലാരിറ്റി, അതേ രീതിയിൽ പടർന്ന് പന്തലിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സിവിലൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്ന ഒരു സങ്കല്പം നമുക്ക് കാണുന്നതിൽ യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളും ഇല്ല കാണാൻ പറ്റുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ബൗദ്ധമൗര്യൻ പീരീഡിൻ്റെ കാലത്തുള്ള സിവിലൈസേഷനും മോഡേൺ സിവിലൈസേഷനും ഏകദേശം ഒരുപോലെ ആണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടും സദൃശ്യജനകമാണ്, രണ്ടും ഒരുപോലെയുള്ളതാണ്, രണ്ടും സിമിലറാണ്. നമ്മളിപ്പോൾ ഈ കോണ്ടസ്റ്റിൽ എങ്ങനെയാണ് ഈ ആൾട്ടർനേറ്റീവ് തിയറി ഓഫ് ഹിസ്റ്ററി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത് നമ്മൾ ഈ കാണുന്ന എന്താണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷ് ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രകാരന്മാരുടെ സിദ്ധാന്തം, അതായത് ഡോമിനൻ്റ് തിയറി ആയിരിക്കുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ തിയറി ആയിരിക്കുന്ന ഈ സിദ്ധാന്തം ശരിയല്ല എന്നുള്ളതാണ് ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത്. കാരണം ഈ ആര്യന്മാരെ എന്ന് പറയുന്ന ആളുകളും ദേവന്മാരെ എന്ന് പറയുന്ന ആളുകളും അല്ലെങ്കിൽ ബ്രാഹ്മണർ എന്ന് പറയുന്ന ആളുകളും ഒരിക്കലും പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇന്ത്യയിൽ താമസിക്കുകയും പ്രശ്നം ഉണ്ടാക്കി ജീവിക്കുകയും ചെയ്ത ആളുകളല്ല. നേരെ മറിച്ച് ഈ ആൾട്ടർനേറ്റീവ് വ്യൂ പറയുന്നത് ഈ പറയുന്ന ഡോമിനൻ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ തിയറിയെ മറികടന്നുകൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ആൾട്ടർനേറ്റീവുകൾ പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണരും ഈ പറയുന്ന ദേവന്മാരും ആര്യന്മാരും ഇന്ത്യയിലുണ്ടായവരാണ്. അതായത് നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ചരിത്രത്തിൽ അവർ ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിൽ വളരുകയും ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയിൽ തുടരുകയും ചെയ്യുന്ന, ചാതുർവർണ്ണ്യം പ്രാക്ടീസ് ചെയ്യുന്ന, ബ്രാഹ്മണിസം പ്രാക്ടീസ് ചെയ്യുന്ന, യജ്ഞങ്ങളും യാഗങ്ങളും പ്രാക്ടീസ് ചെയ്യുന്ന, അങ്ങനെ ചാതുർവർണ്ണത്തെ ഒരു ദേശീയ സംസ്കാരമായിട്ട് മാറുന്ന അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഒരു ദേശീയ സംസ്കാരമായിട്ട് മാറ്റുന്ന ആൾട്ടർനേറ്റീവ് വ്യൂ ആണ് ഇവർ താലോലിക്കുന്ന ഈ വ്യൂ, ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതനുസരിച്ച് ആര്യന്മാർ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിൽ വളരുകയും അതുപോലെ ഇന്ത്യയിൽ ജീവിക്കുകയും അത് ചാതുർവർണ്ണവും നമ്മൾ ഈ പറയുന്ന എല്ലാം ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ആയിട്ട് മാറുകയും ഈ പറയുന്ന എല്ലാം ചാതുർവർണ്ണയും ബ്രാഹ്മണിസവും അല്ലെങ്കിൽ പറയുന്ന യജ്ഞങ്ങളും യാഗങ്ങളെല്ലാം ഇന്ത്യയുടെ സ്വയസിദ്ധമായ, ഇതൊരിക്കലും പുറത്തുനിന്ന് വന്നതല്ല, ഇന്ത്യയുടെ സ്വയസിദ്ധമായ സംസ്കാരമായിരിക്കുകയും അത് സ്വയസിദ്ധമായ രീതിയിൽ തന്നെ ഇന്ത്യയിൽ വളർന്ന് പന്തിചലിക്കുകയും അങ്ങനെ ഈ പറയുന്ന യജ്ഞങ്ങളും യാഗങ്ങളും ഉൾക്കൊള്ളുന്ന വൈദിക സംസ്കാരം ഉൾക്കൊള്ളുന്ന ചാതുർവർണ്ണ്യമാണ് ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം എന്നുള്ളതാണ് ഈ ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണ്യമാണ്, ഈ ബ്രാഹ്മണിസമാണ്, ഈ യജ്ഞസംസ്കാരമാണ്, ഈ യജ്ഞങ്ങളും യാഗങ്ങളുമാണ്. അതുപോലെ ഇതാണ് ഇന്ത്യയുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയുടെ സനാതന ധർമ്മമാണ് ഇവർ വീണ്ടും 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 സംസാരിക്കുന്നതും വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നതും വീണ്ടും വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതും വീണ്ടും വീണ്ടും ഓരോ നൂറ്റാണ്ടുകളിലൂടെയും ഓരോ ജനതകളിലെയും പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഇന്ത്യയെ ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണിക് രാഷ്ട്രമായിട്ട് മാറ്റാൻ ശ്രമിക്കുകയും അങ്ങനെ ചാതുർവർണ്ണത്തെ ഇന്ത്യയുടെ സനാതന ധർമ്മമായിട്ടും ഇന്ത്യയുടെ അൾട്ടിമേറ്റ് എയിമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നത് ഈ അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ആൾട്ടർനേറ്റീവ് തിയറിയുടെ ഭാഗമാണ്. ഇതൊരു സനാതന ധർമ്മമാണ്. ഈ തിയറി അനുസരിച്ച് പറയുന്ന ഈ ആൾട്ടർനേറ്റീവ് വ്യൂ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സനാതന ധർമ്മത്തിൻ്റെ തിയറിയാണ്. ഇതൊരു ഓൾ ഇൻക്ലൂസീവ് തിയറിയാണ്. ഈ തിയറി അനുസരിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡൈവേഴ്സിറ്റി, ചാതുർവർണ്ണ്യം അനുസരിച്ച് വരുന്ന ഡൈവേഴ്സിറ്റി അത് സനാതന ധർമ്മമായിട്ടും അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി സനാതനമായിട്ടും അതായിട്ട് വരുന്ന സബാൾട്ടൈൻ ആയിട്ടുള്ള കൾച്ചറും പ്രാക്ടീസും ഒരു സനാതനധർമ്മമായിട്ടും നമ്മൾ പറയുന്നത് ചാതുർവർണ്ണത്തിൻ്റെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അൺടച്ചബിൾസ് അല്ലെങ്കിൽ ദളിത് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് മൈനോറിറ്റീസ് എല്ലാം ഈ സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിലനിന്ന് പോരുന്നതാണ്. ഇത് ഇന്ത്യയുടെ ഒറിജിനൽ സംസ്കാരമാണ്. ഇത് അങ്ങനെ തന്നെ നിലനിന്ന് പോലും ഇതൊരു സംസ്കാരമാണ്.
ഇത് തദ്ദേശീയമായ സ്വയം സിദ്ധമായ സ്വയമായിട്ട് ജനിച്ച് വളർന്ന് പന്തലിച്ച ഇന്ത്യയുടെ സനാതന അതിഭാവുകമായ വലിയ വലിയ ഒരു വലിയ ഒരു ഭാവിയെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു 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 കാഴ്ചപ്പാടുകൂടിയ ഒരു സനാതനധർമ്മമാണ്. ഇതങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് സനാതന ധർമ്മിസ്റ്റുകൾ കാണുന്നത്. ഇതങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ സൗന്ദര്യം. ഭാരതത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആകർഷണവും അതിൻ്റെ വളർച്ചയും വ്യക്തിത്വവും എല്ലാം ഈ ആൾട്ടർനേറ്റീവ് തിയറി പറയുന്ന പോലുള്ള ചാതുർവർണ്ണത്തിൻ്റെ ഒരു കാഴ്ചപ്പാടോടുകൂടിയ സനാതനധർമ്മമാണ്. ഇതാണ് ആൾട്ടർനേറ്റീവ് വ്യൂസിലൂടെ അവർ പറയുന്നത്. ഇതൊരിക്കലും ഈ പറയുന്ന ചാതുർവർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണ, ദേവ, ആര്യ ഈ മനുഷ്യവംശങ്ങളൊന്നും ചരിത്രത്തിലെങ്ങും പുറത്തുനിന്ന് വന്നവരല്ല. ഇത് ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഇത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പുഷ്ടിമയ്ക്കും അതിൻ്റെ എല്ലാവരുടെയും മോക്ഷത്തിനും ഈ സനാതനധർമ്മം നമുക്കെപ്പോഴും പരിപാലിക്കണം, അതങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് സനാതന ധർമ്മിസ്റ്റുകളായിട്ടുള്ള ആൾട്ടർനേറ്റീവ് വ്യൂയിസ്റ്റുകൾ പറയുന്നത്. ഈ സനാതനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ആൾട്ടർനേറ്റ് തിയറി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ ഈ ട്രഡീഷൻ്റെ അതിൻ്റെ കൺസെപ്റ്റുകളും അതിൻ്റെ ഐഡിയകളും പൊളിറ്റിക്കും സംസ്കാരവും എല്ലാം വളരെ ഭംഗിയായിട്ട് എഴുതി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി 3000 വർഷങ്ങളായിട്ട് ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുകയും അത് ഇന്ത്യയുടെ സാംസ്കാരിക ഗ്രന്ഥമായിട്ട് മാറ്റുകയും ചെയ്തിരിക്കുന്ന നമ്മളിന്നെല്ലാം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന 1932 BR അംബേദ്കർ പൂനെയിൽ വെച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് നിഷ്കരണം കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞ മനുസ്മൃതിയാണ് ഇവരുടെ ആധികാരികമായ ഗ്രന്ഥം, പൊളിറ്റിക്കൽ തീസിസ്, ഇവരുടെ ഭരണഘടന എന്ന് പറയുന്നത്. അതിന് മൂലമായിരിക്കുന്നത് ഋഗ്വേദത്തിൽ നമ്മൾ കാണുന്ന പുരുഷ സൂക്തമാണ്. എങ്ങനെയാണ് ഈശ്വരൻ ചാതുർവർണ്ണത്തെ സൃഷ്ടിച്ചതെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈശ്വരൻ ചാതുർവർണ്ണത്തെ സൃഷ്ടിക്കുകയും സമൂഹത്തെ 4ഉം 5ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും അങ്ങനെ സമൂഹത്തെ ഒരു ഭരണക്രമത്തിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത പുരുഷ സൂക്തമാണ് ഈ മനുസ്മൃതിയിൽ നമ്മൾ കാണുന്ന ചാതുർവർണ്ണത്തിന് അടിസ്ഥാനം. ഇത് ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് തിയറി അനുസരിച്ച് അല്ലെങ്കിൽ സനാതനിസ്റ്റുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഇന്ത്യയുടെ ഭരണഘടനയാക്കുകയും സംസ്കാരമാക്കുകയും ഐഡിയോളജിയാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ആൾട്ടർനേറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത്. കാരണം ഇത് ഇന്ത്യയുടെ തനതായ സംസ്കാരമാണ്, ഇതിൻ്റെ ഒറിജിനൽ സംസ്കാരമാണ്. ഇന്ത്യയിൽ ഉണ്ടാകുകയും ഇന്ത്യയിൽ ജനിക്കുകയും വളരുകയും അല്ലെങ്കിൽ ജീവിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ പൊളിറ്റിക്സും അതുപോലെ പുരുഷ സൂക്തം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ദർശനം. ഇത് സനാതനിസ്റ്റുകളുടെ ബേസിക് ഗ്രന്ഥമാണ്, ബേസിക് പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയ മീമാംസയുടെയും അടിസ്ഥാന സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളുമാണ്. ചുരുക്കത്തിൽ പറയാൻ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ആൾട്ടർനേറ്റീവ് തിയറി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒറിജിനൽ ട്രഡീഷൻ അല്ലാതെ അതിന് ബദലായിട്ട് വളർന്നു വന്നിരിക്കുന്ന നമ്മളത് പറഞ്ഞിരിക്കുന്ന ചാതുർവർണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള പ്രാക്ടീസിൻ്റെയും അതിൻ്റെ സംസ്കാരത്തിൻ്റെയും മതത്തിൻ്റെയും അതിൻ്റെ കാഴ്ചപ്പാടിനെയെല്ലാം ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനൊരു അക്സെപ്റ്റബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനുള്ള ഒരു തിയറിയാണ് ആൾട്ടർനേറ്റീവ് തിയറി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതൊരു ഫേക്ക് തിയറിയാണ്, അതൊരു ഇൽ മോട്ടിവേറ്റഡ് തിയറിയാണ്. ഈ തിയറി എപ്പോഴും ഇന്ത്യൻ ഒറിജിനൽ പാരമ്പര്യത്തിനെതിരെയും അതുപോലെ ഇന്ത്യൻ ഒറിജിനൽ ട്രഡീഷനെതിരെയാണ് വർക്ക് ചെയ്യുന്നത്. അത് എപ്പോഴും ഇതൊരു ഫേക്ക് തിയറിയായിട്ട് ആണ് ഞാൻ കാണുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾട്ടർനേറ്റീവ് തിയറി ഓഫ് ഹിസ്റ്ററി പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ശരിയായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശരിയായിട്ടുള്ള ട്രഡീഷൻ, ഇന്ത്യൻ ട്രഡീഷൻ്റെ ഒറിജിനൽ മതം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മതമാണ്, ബുദ്ധിസമാണ്. ഒറിജിനൽ രാഷ്ട്രീയമായ ട്രഡീഷൻ എന്നുണ്ടെങ്കിൽ അശോകൻ്റെ ബൗദ്ധമൗര്യൻ ട്രഡീഷനാണ്. നമുക്ക് മോഡേൺ ഇന്ത്യയിൽ ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മോഡേൺ കാലഘട്ടത്ത് മോഡേൺ സിവിലൈസേഷനെയും ഹ്യൂമാനിറ്റിയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് എല്ലാവർക്കും വെൽഫെയറിനെയും ഹാപ്പിനെസ്സിനെയും പ്രോഗ്രസ്സിനെയും അതുപോലെ ഡെവലപ്മെൻറ്റിനെയും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫേക്ക് തിയറിയിൽ, ഇൽ മോട്ടിവേറ്റ് തിയറിയിൽ നമ്മൾ വിട്ടുപോകാതെ
നമ്മൾ ശരിയായ കാഴ്ചപ്പാട്, ശരിയായ യുക്തിയോടുകൂടി, ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങളെ കാണണമെന്നും, അതുപോലെ നമ്മുടെ മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനെ, നമ്മൾ എല്ലാവരും സ്വീകരിച്ചിരുന്ന മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷനെ ശരിയായ രീതിയിലുള്ള പൊളിറ്റിക്സായിട്ടും കൾച്ചറായിട്ടും ഐഡിയോളജി ആയിട്ടും സ്റ്റേറ്റിൻ്റെ ഫിലോസഫി ആയിട്ടും അംഗീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്.